ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് പോകാൻ ഒരു പ്രത്യേക സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് പെരുന്നാൾ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പം മിച്ചുവിന് ഉച്ചയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മിച്ചുവിന് വിശക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാഫ് പോലും വേണ്ട, അതിലും താഴ്ന്നുള്ളത് കുറച്ച് കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഹാഫല്ലേ മിനിമം ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹാഫ് ബിരിയാണി വാങ്ങിച്ചത്. അതിൽ അവൻ അത്രയും പോലും കഴിക്കില്ല, അതിൻ്റെ പകുതി അവൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ നല്ലൊരു വാഴയിലായിരുന്നു ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കണ്ടോ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉച്ച ടൈമിൽ ഇറങ്ങി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി. പക്ഷേ 2-3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോഴത്തേക്കും അവന് വിശന്നു. പക്ഷെ കൊടുക്കുമ്പോഴത്തേക്കും അവൻ കഴിക്കുന്നു കൂടിയില്ല. അങ്ങനെ ലാസ്റ്റ് കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവന് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് പോയത് ജയലക്ഷ്മിയിലാണ് കേട്ടോ. അപ്പോൾ ജയലക്ഷ്മീൻ്റെ പുതിയ ഷോറൂം നമ്മുടെ NH ബൈപ്പാസ് റോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം പുതിയ കളക്ഷൻസൊക്കെ കാണുമെന്ന് വിചാരിച്ചാൽ നമ്മളവിടെ പോകുന്നത്. അപ്പോൾ പോയപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമുക്ക് കുറേ നേരം ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നു ഫ്രണ്ടിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ജയലക്ഷ്മിയുടെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം ട്രാഫിക്കിൽ കിടന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ബേബി പാർക്കിങ്ങിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലേക്ക് ഇറങ്ങി. ജയലക്ഷ്മി കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ പഴയൊരു ജയലക്ഷ്മി ഇല്ലേ MG റോഡിൽ, അതിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായി പോയി നോക്കിയത് ഒരു മെറ്റീരിയൽ സെക്ഷനാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ കയറുമ്പം തന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ, കുർത്തീസ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇവിടേക്ക് നോക്കുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് ഇവിടുന്ന് ഡ്രസ്സ് ഞാൻ എടുക്കുന്നില്ല. മിച്ചുവിന് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ജയലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഈ ഒരു ഇൻറ്റീരിയറൊക്കെ കാണുമ്പം ആ ഒരു MG റോഡിലെ ജയലക്ഷ്മിയുടെ അതോ ഒരു ടച്ച് എനിക്കത് ഫീൽ ചെയ്തു. അവിടെ കയറിയപ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുർത്തീസ്, ടോപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ എല്ലാം പോയി ജസ്റ്റ് ഒന്ന് കണ്ട് എങ്ങനെയാണ് എവിടേക്കാണെന്നുള്ളത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നോക്കി ലാസ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ, പെൺകുട്ടികൾക്ക് പറ്റിയത്. അപ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മിച്ചു ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു 1000, 2000, 5000 ആ ഒരു പല പല റേഞ്ചിലുള്ള ഡ്രസ്സുകളുണ്ട്. മിനിമം 1500 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ ഡ്രസ്സുകളും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ കണ്ടു കേട്ടോ. ഇതൊരു സ്കേർട്ടും ടോപ്പും ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതും ഒരു 2K 3K ആ ഒരു റേഞ്ചേ ഉള്ളൂ കേട്ടോ ഈ ഡ്രസ്സൊക്കെ. നല്ല ഈ ഒരു ആഷ് കളറൊക്കെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ, അങ്ങനത്തെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു റൂം മൊത്തം ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. പല പല ഡിസൈൻസ്, സെയിം തന്നെ സ്കേർട്ടും ടോപ്പും. ഇങ്ങനത്തെ ടോപ്പിൽ ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ അടിയിൽ മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂം മൊത്തം ആ ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. കിഡ്സിൻ്റെ കളക്ഷൻസും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ മിച്ചുവിനൊരു കോഡ് സെറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ അവിടുത്തെ കുറേ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒളിച്ചേ കണ്ടേ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് എടുത്തു. അപ്പം നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഷർട്ടും ഒരു നേവി ബ്ലൂ കളറാണെന്ന് തോന്നുന്നു ഈ ഒരു കോഡ് സെറ്റും ഒരു പാൻറ്റും ബോക്ക് വെച്ചിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2230 ആ റേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഇങ്ങനെ വെച്ച് തന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. അതിനോടൊരു ക്യാപ്പ് ഇടുന്നു കേട്ടോ. ക്യാപ്പാണ് എനിക്ക് മെയിൻ അട്രാക്റ്റ് ചെയ്തത്. ക്യാപ്പൊക്കെ വെച്ചപ്പോഴത്തേക്കും ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ക്യാപ്പ് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയിട്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡ്രസ്സ് എടുത്തോട്ടോ, പിന്നെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മെൻസ് വെയർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. മെൻസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മെൻസ് വെയർ, മെറ്റീരിയൽസ്, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നും എനിക്കിങ്ങനെ താല്പര്യമില്ല നോക്കാൻ വേണ്ടിയിട്ട്. വേഗം വേണ്ടാന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഞാൻ അടുത്ത ഫ്ലോറിലേക്ക് പോയി. നമ്മുടെ മെയിൻ സെക്ഷൻ അവിടെയാണ് വരുന്നത്. സാരീസൊക്കെ ഈ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ സാരീസിൻ്റെ ബൊമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ പോയത് സാരീസൊക്കെ നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നില്ല, നീ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാരിയുടെ പ്രൈസൊക്കെ വന്നിട്ട്
എത്രയാണെന്ന് തുറന്ന് നോക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഒരു മസ്റ്റേർഡ് യെല്ലോ കളറായിരുന്നു ഈ ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5730 5730 ആട്ടോ ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ സാരീസിൻ്റെ ഫ്രണ്ടിലും അവരേത് മോഡലാണെന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സാരിയുടെ ഫ്രണ്ടിൽ ഈ ഒരു ബൊമ്മ പോലെ വെച്ചിട്ടുണ്ട്. ഉടുപ്പിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ? അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് സാരി എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ പറ്റും. ഇതൊരു ചുങ്കിടിയുടെ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് 3000 റേഞ്ചിൽ വരും കേട്ടോ. 3000 എബോവ് ആണ് ഇത് വരുന്നത്. പക്ഷെ നല്ല കളറാണ് കേട്ടോ. ഈ ഒരു കളർ, ഈ ഒരു പിങ്ക് അല്ല, ഒരു വയലറ്റും മിക്സ് ആയിട്ടുള്ള കളറില്ല, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഈ ഒരു ഒരുപാട് കളേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മോഡൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മോഡൽ സാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടുത്താൽ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറ്റ് ഓഫ് സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമേ എടുത്തൊരു ഓറഞ്ച്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു പിങ്ക്. ഇതൊക്കെ ബനാറസി സാരീസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടും അറൗണ്ട് 5230 ആണ് കേട്ടോ. ഈ ഒരു ബനാറസി സാരിയുടെ പ്രൈസ് വന്നിട്ട് പല റേഞ്ച് ഉണ്ട് കേട്ടോ. അറൗണ്ട് 1000 തൊട്ട് മുകളിലോട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അകത്തുണ്ട് കേട്ടോ. അകത്ത് ഇങ്ങനത്തെ കുറേ സാരീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറേ സെറ്റ് ഓഫ് ലെഹങ്കാസ് ഒക്കെ ഞാൻ കണ്ടു. ലെഹങ്കാസ് ഇങ്ങനത്തെ സാരീസ് അതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാം ഹാങ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം പോയി നോക്കാൻ പറ്റും. നമ്മൾ അവിടെ സെക്ഷനിൽ പോയി എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഈ ഒരു സാരി വന്നാലും അറൗണ്ട് 3000 റേഞ്ചിലാണ് കേട്ടോ വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെക്ഷനിലും സാരീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ലെഹങ്കാസ് ലാസ്റ്റ് കൗണ്ടറിലൊക്കെ വരുന്നത് ലെഹങ്കാസാണ് വരുന്നത്. പിന്നെ ഒരുപാട് സാരീസ് അകത്തും ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്ത് നോക്കുവാണ് കേട്ടോ. ഇതും ഒരു 10K 14K ആ റേഞ്ചൊക്കെ വരുന്ന സാരീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ഒരു എത്ര വരുന്നത് 10,000 റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നത് 10,000 ആണ്. സാരീസിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജയലക്ഷ്മിയിൽ. പിന്നെ നോക്കിയത് ഈ ഒരു പിങ്ക് സാരിയാണ് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് അറൗണ്ട് 10,000 റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരുപാട് കളേഴ്സും ഒരുപാട് കളക്ഷൻസും ഉണ്ട് ജയലക്ഷ്മിയിൽ. സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾ സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ NH ബൈപ്പാസ് റോഡിലുള്ള ജയലക്ഷ്മിയിൽ വന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ കുറേ ഞാൻ ചുമ്മാ നോക്കുക കേട്ടോ, എത്രയാണ് പ്രൈസ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കുവാണ്, എടുക്കാൻ വേണ്ടിയൊന്നുമല്ല. പിന്നെ ഞാൻ ഹാങ് ചെയ്തേക്കുന്നിടത്ത് പിന്നെയും പോയി നോക്കുവാണ്. ഈ ഒരു സെക്ഷൻ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1320. 1320ക്കൊക്കെ വർത്താണ് ഈ ഒരു സാരി. ഈ ഒരു കളറും ഈ ഒരു ഡിസൈനൊക്കെ ഈ 1330ക്ക് വർത്തായിട്ടുള്ള ഒരു സാരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പല റേഞ്ചിലുള്ള ഉണ്ട്. നമുക്ക് 1000 തൊട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എല്ലാ റേഞ്ചുള്ള 10,000 15,000 എല്ലാ റേഞ്ചുള്ള സാരീസും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തെ ഒരു സാരിയാണ്. ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഞാൻ ആദ്യമേ കാണിച്ചില്ലേ, ആ ഒരു ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ എവിടെയോ പ്രൈസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും 2330 2330 ആണ് ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ റേഞ്ചുള്ള സാരീസും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കി. ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇൻറ്റീരിയറൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ഫ്ലോർ വരെ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറിലാണ് ഫുൾ സെക്ഷൻ സാരീസ് ആൻഡ് ലെഹങ്കാസ് ആണ്. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ മെൻസ് വെയർ, താഴെയാണ് കിഡ്സ് വെയർ, മെറ്റീരിയൽസ്, കുർത്തീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ജയലക്ഷ്മിയുടെ വിശേഷങ്ങൾ. ഇപ്പം ഞങ്ങൾ ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ മുകളിലായിരുന്നു കാറ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിഫ്റ്റിൽ കയറിയിട്ടാണ് കേട്ടോ. ലിഫ്റ്റിൽ കാറ് കയറ്റിയിട്ട് അവർ താഴെ പോയി ഇറക്കും. പിന്നെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാറിങ്ങനെ ലിഫ്റ്റിൽ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. ഞാൻ ബേബിനെ നോക്കുവാണ്, എത്തുന്നുണ്ടോ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാർ ലിഫ്റ്റിൽ കയറ്റി പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണാം. ബേബി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു, എന്നാലും ഒരു പേടിയുണ്ടായല്ലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് താഴെ എത്തി നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വേറെ കാർസൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ, കയറി മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ
ജയലക്ഷ്മിന്ന് ഇറങ്ങി. അപ്പം മിച്ചുവിന് ഒരു ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ജയലക്ഷ്മിന്ന്. പിന്നെ നേരെ പോയത് ഇഹാ ഡിസൈൻസിലാണ്. ഇപ്പോൾ ഇഹാ ഡിസൈൻസിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഇഹാ ഡിസൈൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. നമുക്ക് നോക്കി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഒത്തിരി ഡ്രസ്സുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഈ ഇഹയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ലേഡീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഹയിൽ പോയി എടുക്കാം കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മാസ്റ്റർ പീസ് ബൈ നൂഹ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനിലില്ലേ, അവിടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി എന്താണെന്നുള്ളത് കാണാൻ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് സാരീസൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ പ്രീമിയം വെഡ്ഡിങ് സാരീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പം ഈ ഒരു സെക്ഷൻ വീണ്ടും സാരീസിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1950 2000 റേഞ്ചിലുള്ള സാരീസാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ. എല്ലാ റേഞ്ചിലുണ്ട്. ഇവിടെയും ഒരുപാട് റേഞ്ചിലുള്ള സാരീസ് ഉണ്ട്. എല്ലാം പല പല റേഞ്ചിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 2-3 സാരീസ് ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് എടുത്ത് നോക്കണം. ഇതൊരു എനിക്ക് തോന്നുന്നു ഷിഫോൺ ടൈപ്പ് സാരിയാണ് ഇത് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 5550 റേഞ്ചിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലെഹങ്ക സെക്ഷന്, പിന്നെ ഇവിടെ കുറേ നമ്മൾ ഉണ്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടത് നമുക്ക് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ. ഇപ്പോൾ റെഡിമെയ്ഡ് ഷറാറാസ്, അങ്ങനത്തെ ലെഹങ്കാസ്, അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് എടുത്തുകൊണ്ട് പോകും. നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇഹയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളി പ്രീമിയം സ്റ്റൈലിലുള്ള ഡ്രസ്സുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കിടപ്പുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഫുള്ളായിട്ടൊന്നും നോക്കിയില്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് 2-3 എടുത്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിട്ടോ. ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ സ്ട്രഗ് പോലെ വന്നിട്ടുള്ള ഡ്രസ്സാണിത്. അങ്ങനെ ഇവിടെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ, ലെഹങ്കാസ് എല്ലാം പ്രീമിയം ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ സൈഡിൽ ഉണ്ട് കേട്ടോ ഈ കല്യാണം പാർട്ടി വെയർ ഒക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പാർട്ടി വെയർ ലെഹങ്കാസൊക്കെ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ എല്ലാം നല്ല രസം. ഒന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു യുണീക്ക് ടച്ച് വരുന്ന ഒരു ഡ്രസ്സുകളാണ് കേട്ടോ ഈ ഹെയറിലുള്ളത്. നമുക്ക് ഇവിടെയൊക്കെ അടിപൊളി ഡ്രസ്സുകൾ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് ഈ കളർ ഡ്രസ്സ് എനിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കളർ നമുക്ക് എടുക്കാം. കാണുമ്പം നല്ല ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഈ ഒരു കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിട്ട് 400 ആണ് കേട്ടോ. 399 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് പെർ മീറ്റർ. അപ്പം ഞാൻ അത് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. ക്യാമറയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ബ്രൈറ്റ് അല്ല. എന്നാൽ ബ്രൈറ്റാണ്. പക്ഷേ ഇടുമ്പോൾ എനിക്ക് നല്ല ഭംഗിയുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പിന്നെ ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈനിങ് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ലൈനിങ് നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. ഈ മെറ്റീരിയൽ മാത്രം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മെറ്റീരിയൽ. ഈ ഒരു സെക്ഷൻ റോ ഫുൾ മെറ്റീരിയലിൻ്റെയാണ്. അപ്പം ഞാൻ ഫൈനലി തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇതെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നല്ല രസമായിരിക്കും എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മെറ്റീരിയൽ. അങ്ങനെ പിന്നെ ഞാനതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇഹേന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കുള്ള ഡ്രസ്സാണ്. പിന്നെ നമ്മൾ നേരെ പോയത് പോത്തീസിലാണ്. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പോത്തീസിൽ. അപ്പം നമ്മളൊരു ടൈം ഒരു അറൗണ്ട് 5 o'clock ആയി കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം മിച്ചുവിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിച്ചുവിനൊരു പഴംപൊരിയും ഒരു ചായയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പം തന്നെ ഒരു സ്നാക്ക് കോർണറുണ്ട്. ചെറിയൊരു ഷോപ്പ്. അവിടെ പോയി അവന് സ്ട്രോ വേണമെന്ന് പറഞ്ഞു ചായ കുടിക്കാൻ. അപ്പം ഞാൻ സ്ട്രോയ്ക്കകത്ത് ചായ മുക്കി കൊടുത്തു. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. പോത്തീസിൻ്റെ അകത്തേക്ക് കയറി. പോത്തീസിൽ വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോത്തീസിൽ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി. എന്ത് ഡ്രസ്സ് എടുക്കാനായിട്ടായിരുന്നു ആദ്യമേ പോയത്? നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് അപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഷർട്ട് തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഷർട്ടിൻ്റെ തുണി, എനിക്ക് ഇവിടെ കണ്ട എല്ലാ ഷർട്ട് തുണിയും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ നോക്കി. ഈ ഒരു അടിപൊളി ടൈപ്പ് ഈ ഒരു മെറ്റീരിയലൊക്കെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് 300 പ്ലസ് 340 ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നത്. പല റേഞ്ചുണ്ട്. എന്നാലും നല്ല ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയലൊക്കെ വരുമ്പോൾ ഒരു 340 പ്ലസ് ആ റേഞ്ച് 350 500 ആ റേഞ്ചിലാണ് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പോത്തീസിൽ. ഷർട്ട് മെറ്റീരിയൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്.
അങ്ങനെ അവിടുന്ന് ഷർട്ടൊക്കെ എടുത്തു, റെഡിമെയ്ഡ് ഷർട്ടൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ ടൈം ആട്ടോ നമ്മൾ എടുത്തു തന്നെ. അപ്പോൾ നമ്മൾ നേരെ പോയത് മോളിൽ റൂഫ് ടോപ്പിലാണ്. റൂഫ് ടോപ്പിൽ പോത്തീസുകാർ നമുക്ക് നോമ്പ് ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനുള്ളത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പം കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി സ്നാക്ക്. ഇതിനകത്ത് ഈന്തപ്പഴം, വട, തരിക്കഞ്ഞി, പിന്നെ എന്തോ കുക്കുംബർ, അങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നോമ്പ് തുറന്നു കേട്ടോ. ടൈം ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ, തരിക്കഞ്ഞി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്ന് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒരു ഫ്രൈഡ് റൈസും പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്നാക്സ് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ബേബിക്ക് ഫ്രൈഡ് റൈസും എനിക്ക് പൊറോട്ട തന്നെ കൊതിയായിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ടീയും ഒരു കോഫിയും അത്രയാണ് അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മിച്ചു കഴിച്ചൊന്നുമില്ല, കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ പിണങ്ങിയിരിക്കുകയായിരുന്നു. അവന് പിന്നെ ചായയൊക്കെ കൊടുത്ത് അപ്പം നമ്മൾ അവിടുന്ന് ചായയും അതുകൊണ്ട് കുടിച്ച് നിർത്തി. നല്ല ചൂടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ ഞാൻ പോയത് ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പൈസേന്ന് ഞാൻ മെറ്റീരിയൽ എടുത്തു, പക്ഷേ അവിടെ ഷോള് കിട്ടിയില്ല. അപ്പോൾ അതിന് ഷോള് തപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോത്തീസിൽ വന്നു. അപ്പോൾ ആ ഒരു കളറിൽ കിടന്ന് തപ്പാണ് കേട്ടോ. ഈ ഒരു ഷോളൊക്കെ കിട്ടി. കറക്റ്റ് മാച്ചിങ് ആ കളറിലുണ്ടത് ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയൊക്കെ ഒരു ലൈറ്റ് കളറിലുള്ളതാണ്. കറക്റ്റ് കളേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2 ഷോളാണ് ലാസ്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത്. പിന്നെ ആ മെറ്റീരിയൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അതുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം ഈ പർട്ടിക്കുലർ ഷോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. ബാക്കി മറ്റേ ഷോൾ എടുത്ത് അത്ര മാച്ചിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫൈനലി ഞാൻ തീരുമാനിച്ചു വന്നാൽ പിന്നെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് അതെടുത്തു. പിന്നെ നമ്മൾ പോത്തീസിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഷോപ്പിംഗ്. ബാക്കി നമ്മൾ വീഡിയോസ് എടുത്തില്ല, കാരണം ടയേർഡായിരുന്നു. ബാക്കി പിന്നെ നമ്മളെല്ലാ പെട്ടെന്ന് എടുത്ത് തീർത്തു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടാറ്റാ.